നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചു, അത് അള്ളാഹു പൂർത്തിയാക്കി തരണം. ഒരു കാര്യം നമ്മൾ ആരംഭിച്ചു, അത് പര്യവസാനിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ നിഅമത്ത് തന്നെ വേണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം അവിടെ വന്നേക്കാം. അല്ലാഹുവേ അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ് സ്വാലിഹാത്ത്. ഒരു കല്യാണം നടക്കുന്നു, ഒരു സദ്യ നടക്കുന്നു, വീട്ടില് ഒരു കുടിയിരിക്കൽ നടക്കുന്നു, ഒരു കുട്ടിയുടെ ഏതെങ്കിലും ഒരു അഖീഖത്ത് നടക്കുന്നു, ഒരു വിശേഷപ്പെട്ട എന്തെങ്കിലും കാര്യം നടക്കുന്നു. നമ്മൾ പറയണം അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ് സ്വാലിഹാത്ത്. അല്ലാഹുവേ നിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഏതൊരു നല്ല കാര്യവും പൂർത്തിയാവുന്നുള്ളൂ റബ്ബേ. അങ്ങനെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ പറയാം അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ് സ്വാലിഹാത്ത്. പ്രയാസമുള്ള അവസ്ഥയിലാണ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഒരുപാട് കടബാധ്യതയുണ്ട്, രോഗമുണ്ട്, പരീക്ഷണമുണ്ട്, ബുദ്ധിമുട്ടിലാണ്. സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, സന്തോഷത്തിലാണ് എന്നാണ് അത് തോന്നുക. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അല്ലാഹുവിനാണ് സ്തുതി. അങ്ങനെ ഒരാൾ പറയുമ്പോൾ അവർക്ക് എന്തോ പ്രയാസമുണ്ട് എന്നതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം എന്നാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അപ്പൊ പിന്നെ ചോദിക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഏതൊരു പ്രയാസവും അതിന്റെ ഉള്ളിൽ ഒരു നിഅമത്തുള്ളത് കൊണ്ടാണ് അവിടെയും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുവേ എല്ലാ അവസ്ഥയിലും നിനക്കാണ് റബ്ബേ നന്ദി. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രയാസമുള്ള സമയത്താണ് ഈ വാക്ക് പറയേണ്ടത്. അപ്പൊ നമ്മൾക്ക് പ്രയാസമുണ്ട്, റാഹത്തന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ റബ്ബ് തആല നീക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.